അങ്ങനെ ബർത്ത്ഡേ ഷോപ്പിംഗ് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ നേരെ വന്നത് എൻ്റെ വീട്ടിലേക്കാണ് കേട്ടോ. ഇവിടെ ഒരു സർപ്രൈസ് ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് മോളിൽ നിന്ന് അപ്പച്ചൻ താഴേക്ക് എടുത്തുകൊണ്ട് വന്നു. ഒരു സൈക്കിളാണ് കേട്ടോ. പുള്ളിക്കാരത്തേക്ക് സൈക്കിള് എൻ്റെ അനിയത്തി വാങ്ങിച്ചു കൊടുത്തിട്ട് ഞങ്ങൾ സർപ്രൈസായിട്ട് മുകളിലത്തെ റൂമിൽ കൊണ്ടുവന്ന് വെച്ചേക്കായിരുന്നു. അപ്പോൾ അപ്പച്ചൻ്റെ താഴേക്ക് എടുത്തിട്ട് വന്ന അമ്മ അതുമ്പോൾ കുറച്ച് ബലൂണൊക്കെ കെട്ടി അങ്ങനെ അത് ഞങ്ങൾ വീട്ടിലേക്ക് കൊണ്ടുപോയിട്ട്. അപ്പോൾ വീട്ടിലേക്ക് കൊണ്ടുപോയിട്ട് സിറ്റ് ഔട്ടിൽ വെച്ചിട്ട് കൊച്ചിനെ വിളിച്ച് കാണിച്ചു കൊടുത്തപ്പോൾ പുള്ളിക്കാരത്തേക്ക് പെട്ടെന്ന് ഒരു എക്സൈറ്റ്മെൻ്റ് ഒക്കെ തോന്നി. ഒരു എന്താ പറയുക, പുതിയ സൈക്കിൾ കിട്ടിയപ്പോൾ ആൾക്കൊരു സൈക്കിൾ ഉണ്ട്, പഴയതുണ്ട്, പക്ഷെ പുതിയത് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അതിനെപ്പറ്റി ആളത് അത്ര കാര്യമായിട്ട് എടുത്തില്ല, ആളത് മറന്നുപോയി. അങ്ങനെ സർപ്രൈസ് ഗിഫ്റ്റൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ അപ്പോഴേക്കും ആങ്ങളെ അപ്പച്ചൻ്റെ അമ്മച്ചിയൊക്കെ വന്നപ്പോൾ ഞങ്ങൾ കേക്ക് കട്ട് ചെയ്യാനായിട്ട് നിന്നുട്ടോ. അപ്പോൾ നോർമൽ ഒരു കേക്കാണ് വാങ്ങിച്ചത്. ഇന്നലെ വിശേഷത്തിൽ പറഞ്ഞല്ലോ, ആർക്കും ഇങ്ങനെ കേക്ക് വലിയ പ്രിയില്ലാത്തതുകൊണ്ട് നോർമൽ ഒരു ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് തന്നെ വാങ്ങിച്ചത്. ഫ്ലേവേർഡൊന്നും അങ്ങനെ വാങ്ങിച്ചില്ല ഈ പ്രാവശ്യം. അങ്ങനെ കുറച്ച് ഫോട്ടോ സെക്ഷനൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പം ഞങ്ങൾ മാത്രം റെഡി ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നുള്ളൂ. ചേട്ടൻ പിന്നെ വീട്ടിലിടുന്ന ഡ്രസ്സ് തന്നെ ഇട്ട് നിന്നേട്ടാ. അങ്ങനെ കേക്ക് കട്ട് ചെയ്യാൻ നിന്ന സമയത്ത് പിന്നെ കിണുങ്ങലൊക്കെ ആയിരുന്നു. അവൾക്ക് പൊന്നൂന് കട്ട് ചെയ്യണമെന്ന് പറഞ്ഞ് വാശി. അപ്പോൾ ഞാൻ രണ്ടുപേരും കൂടി പിടിച്ച് കട്ട് ചെയ്യാം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പിടിപ്പിച്ച് കട്ട് ചെയ്യിപ്പിച്ച്. അപ്പോൾ അനിയത്തിമാർ വീഡിയോ കോളിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ കേക്ക് കട്ട് ചെയ്ത്. അപ്പോൾ ഞാൻ കട്ട് ചെയ്തതിനായിരുന്നു കുറ്റം, ഞാൻ കട്ട് ചെയ്തത് കോളാക്കി വെച്ചു എന്നും പറഞ്ഞ് എല്ലാവരും ഇങ്ങനെ കളിയാക്കലായിരുന്നു. അങ്ങനെ കട്ട് ചെയ്ത് ഓരോ കഷ്ണം രണ്ടുപേരുടെ വായിലൊക്കെ വെച്ച് കൊടുത്തു. അങ്ങനെ ചേച്ചി എന്തേ ഒരു കഷ്ണം വായിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഏട്ടൻ വന്ന് ഏട്ടൻ കൊടുത്തു. പിന്നെ അപ്പച്ചനും അമ്മച്ചിയും വന്ന് അങ്ങനെ എല്ലാവരും മാറി മാറി കൊടുത്തു കേട്ടോ. ആ പെൻസിൽ ബോക്സൊക്കെ ആൾക്ക് ഗിഫ്റ്റ് കിട്ടിയതാണ്. വേറെ ടോയ്സൊക്കെ ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ട്, അതൊന്നും ഞാൻ വീഡിയോയിൽ കാണിക്കണില്ല. അങ്ങനെ ഞങ്ങളുടെ കുട്ടി ബർത്ത്ഡേ സെലിബ്രേഷൻ അങ്ങനെ കഴിഞ്ഞു കേട്ടോ. കുഞ്ഞുങ്ങൾക്കും നല്ല സന്തോഷമായി. അവർക്ക് ഭാവിയിൽ ഓർത്തിരിക്കാൻ എന്തെങ്കിലുമൊക്കെ വേണ്ടേ. അങ്ങനെ വലിയ ആഘോഷങ്ങളൊന്നും ആയില്ലെങ്കിലും ചെറിയ രീതിയിൽ ഞങ്ങൾ കേക്ക് കട്ട് ചെയ്ത് ആഘോഷിച്ചു. ഇനി ഇത് കഴിഞ്ഞിട്ട് വേണം ഞങ്ങൾക്ക് പെരുന്നാളിന് പോകാനായിട്ട്. അപ്പോൾ ബാക്കിയത്തെ വിശേഷങ്ങളൊക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ കാണിക്കാം കേട്ടോ. അപ്പോൾ കണ്ടുകഴിഞ്ഞ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തോളൂ. ബായ്.